അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ എവിടെ പോകുന്നെന്ന് അറിയാമോ? ഞങ്ങൾ പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോട്ട് പോകുന്നു. പിന്നെ വീട്ടിലിരുന്നപ്പോൾ ആകെ ബോറടിയായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു, വാ നമുക്ക് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. അങ്ങനെ പോയപ്പോൾ ആ പനത്തുറ അങ്ങോട്ട് പോയപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ് കണ്ടു അങ്ങ് നേരെ പോന്നു. ആ തീരെ തിരക്ക് കുറവായിരുന്നു. തിരക്ക് വലുതായിട്ട് ഇല്ല. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് പനത്തുറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് ആണ്. എൻട്രൻസിൽ കണ്ടില്ലേ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്? എൻട്രൻസിലോട്ട് നമ്മൾ എത്തിയിട്ട് കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ വണ്ടി തിരിയാനും ഒക്കെ ഉള്ളൊരു കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ എത്തി അതിൻ്റെ റോഡിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ കോവിലെത്താറായപ്പം കളിപ്പാട്ട കട ഉണ്ടായിരുന്നു, മൈലാഞ്ചി ഇടുന്ന കടയുണ്ടായിരുന്നു, ടോയ്സ് എന്നല്ല കളിപ്പാട്ടം, ഫാൻസി സ്റ്റോറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാനിപ്പൂരി ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. വഴിയേ പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അച്ഛൻ മോളടുത്ത് പറഞ്ഞു, മക്കളെ കളിപ്പാട്ടമൊക്കെ പിന്നെ വാങ്ങിച്ചു തരാം, ഇപ്പം അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല, പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പോയത്. പിന്നെ അത് പറയാനുള്ള കാരണം കളിപ്പാട്ടം ഒരു രാത്രിയേ ഉള്ളൂ. ഒരു രാത്രി വാങ്ങിക്കുന്നു, അതിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നു, പിറ്റേന്ന് അതിനെ പൊട്ടിച്ച് കളയുന്നു. അതുകൊണ്ടാണ് തീരെ വാങ്ങിച്ച് കൊടുക്കാത്തത്. പിന്നെ വാങ്ങിച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നിപ്പോൾ കളിപ്പാട്ടമൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. പോയി എന്ത് ഭംഗിയാണ് കാണാൻ, അടിപൊളിയല്ലേ ക്ഷേത്രമൊക്കെ അലങ്കരിച്ച് വയ്ക്കുന്നത്. ആ കളിപ്പാട്ടക്കട, ഫാൻസി സ്റ്റോറ് കണ്ടില്ലേ, ഐസ്ക്രീം, തണ്ണിമത്തങ്ങ, ജ്യൂസ്, ചായക്കട ഉണ്ടായിരുന്നു, ഫാൻസി സ്റ്റോറ്, പെർഫ്യൂം, പാനിപ്പൂരി. ഇപ്പം നമ്മൾ നോക്കുന്നത് പാർക്കിംഗ് ആണ്. വണ്ടി വയ്ക്കാൻ വേണ്ടി സ്ഥലം നോക്കുന്നതാണ്. അങ്ങനെ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം എത്തി, പാർക്കിംഗ് ചെയ്തു. കണ്ടില്ലേ, ഇതാണ് സ്ഥലം, പനത്തുറ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇതിൻ്റെ ഓപ്പോസിറ്റ് കടലാണ്. കടലിലോട്ടൊന്നും ഇറങ്ങിയില്ല. പാറക്കെട്ടാണ്, മൊത്തം പാറക്കെട്ടാണ്. രാത്രി പാറക്കെട്ട് പോകണത് അത്ര സുരക്ഷിതമല്ലാത്തത് കൊണ്ട് ഞാനും മോളൊന്നും പാറക്കെട്ടൊന്നും പോയി നോക്കിയില്ല. ചെറുതായിട്ടൊന്നും പോയി നോക്കിയിട്ട് പിന്നെ ഇറങ്ങി വന്നു. കാരണം എനിക്ക് പേടിയാണ് ഈ പാറക്കെട്ടിലൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ. എൻ്റെ മോക്ക് പേടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടു. ഈ വിറകൊക്കെ വച്ചേക്കുന്നത് കണ്ടില്ലേ, അത് അഗ്നിക്കാവിടിക്ക് കനൽ ഉണ്ടാക്കാനാണ് വിറക് വച്ചേക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങി. പിന്നെ നമ്മൾ കറങ്ങി വന്നപ്പം മോൾക്ക് പാനിപൂരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ പാനിപൂരി വാങ്ങിച്ച് കഴിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതിനെ ഞാൻ കുറച്ച് എടുത്തോളൂ. അങ്ങനെ പാനിപൂരി കഴിച്ചു, കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.